ഹലോ, ഐ എം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ 2-3 തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി. ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. നിങ്ങൾക്ക് എന്താ വേണ്ട? പോകൂ. തെങ്ങണിയേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം.
നടത്തൽ വാര്യത്തിനാ. കൃഷ്ണന്, അയ്യപ്പന്, ശിവന് 3 സദ്യ തന്നെ. അവിയല്, ഓലൻ, കാളൻ, എരിശ്ശേരി, പച്ചടി എന്ന് വേണ്ട 8 കൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണന്നെയാ. മൂക്കറ്റ ഉണ്ണും. പായസങ്ങള് വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിന്റെ ഒരു വാസന. ഒരു പറ കഴിക്കാം, എന്നാലും അത് വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം? മൂക്കറ്റം ചോറല്ലേ? ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. എന്നിട്ട് കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല. അതെന്താ കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരയുടെ ഉള്ളില് കാല് കുത്തുവോ താൻ? ഇല്ല, പറയണില്ല. ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയടുത്ത് ഞാൻ പോണു. പോലെ നിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമനായരുടെ മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ വെറുതെ എന്നാലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്. മനസ്സിലായോടാ? പോ വിടാ. നിങ്ങൾ എന്ത് മര്യാദകടാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലൂരും. നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ അവിടെ കണ്ണിക്കണ്ട് ചെറുക്കന്മാരെ വിളിച്ച് നിന്നെ കെട്ടിരുന്നേ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്തും ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എടി, താമസിക്കാനൊരു മുറി ചോദിച്ചു വന്ന എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നല്ലേ നീ? അയ്യ വർഗങ്ങള്. ഇത് കണ്ടോ എടുത്തി? എവിടുന്നാണെന്ന് അറിയോ ഈ തുളസി? ദേവകമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കൈയോടെ പിടിക്കുന്ന നിന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂ കേട്ടോ. ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നൂല്ലേ? ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാ അയാള്? അറിയില്ല. 2 മാല ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്.